Hello students, Module 3 Section 3.5 Maximum Minimum Problems എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് രണ്ട് വീഡിയോകളിലായിട്ട് നമ്മളൊരു ഫംഗ്ഷനും അതുപോലെ അതിൻ്റെ ഇൻ്റർവെല്ലും തന്നു കഴിഞ്ഞാൽ അവിടെ വരുന്നത് മാക്സിമം പോയിൻ്റ് ആണോ മിനിമം പോയിൻ്റ് ആണോ, മാക്സിമം വാല്യൂ എന്താണ് മിനിമം വാല്യൂ എന്താണെന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൻ്റെ കേസിൽ വരുമ്പം ഒരു എക്സ്ട്രീം വാല്യൂ തിയറും അതുപോലെ തന്നെ ഒരു ക്ലോസ്ഡ് ഇൻ്റർവെൽ ടെസ്റ്റും ഡിസ്കസ് ചെയ്തു. അതുപോലെ ക്ലോസ്ഡ് അല്ലാത്ത രീതിയിലൊരു ഇൻ്റർവെൽ തന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടാണ് അവിടെ മാക്സിമം മിനിമം വാല്യൂസ് എല്ലാം കാണുന്നത് എന്നുള്ളത്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ സെക്ഷനിൽ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എൻ്റയർലി ഡിഫറെൻ്റ് മീൻസ് നമുക്ക് കഴിഞ്ഞ സെക്ഷനിലൊക്കെ കണ്ട പോലെ ഫംഗ്ഷനും അതിൻ്റെ ഇൻ്റർവെല്ലും ഡയറക്റ്റ് തരില്ല, പകരം എന്തായിട്ടാണ് തരുന്നത്, വേർഡ് പ്രോബ്ലംസ് ആയിട്ടാണ് തരുന്നത്. വേർഡ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോറിയൊക്കെ നറേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നറേറ്റ് ചെയ്ത് തരും. എന്നിട്ട് അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, ആ ഫംഗ്ഷൻ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കണം, അത് സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഇൻ്റർവെൽ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലത്തെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ എങ്ങനെയാണ് കാണാനുള്ളത് 1 by 1 നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ 2 സ്റ്റെപ്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഇതുപോലത്തെ വേർഡ് പ്രോബ്ലംസ് നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് എങ്ങനെ ഒരു ഫംഗ്ഷൻ സെലക്ട് ചെയ്യും, എങ്ങനെ നമ്മൾ വേരിയബിൾസ് സെലക്ട് ചെയ്യും, പിന്നെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ അത് സോൾവ് ചെയ്തെടുക്കും. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ 2 സ്റ്റെപ്പായിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ അവർ ഈ 4 കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ 4 കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് പറയുന്നത് റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി ആൻഡ് നോട്ട് ദ വേരിയബിൾസ്. അപ്പോൾ നമുക്ക് തരുന്ന ക്വസ്റ്റ്യന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു സ്റ്റോറി പോലെ നറേറ്റ് ചെയ്തിട്ടായിരിക്കും തരാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ നല്ലോണം വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് അതിന് വേരിയബിൾസ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളവിടെ നോട്ട് ചെയ്ത് വെക്കാം. ഇനി രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് എന്താണ്, ഡ്രോ ദ ഫിഗർ ഈഫ് റിക്വയർഡ്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഏരിയ കൺസിഡർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 10th ലെവലിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, ഏരിയ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പം അത് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണെങ്കിൽ നമ്മളൊരു റെക്റ്റാങ്കിൾ വരക്കും, എന്നിട്ട് അതിൻ്റെ ലെങ്ത്ത് ബ്രെഡ്ത്ത് എന്നൊക്കെ അതിൻ്റെ സൈഡ്സിൽ നോട്ട് ചെയ്ത് വെക്കും. ലെങ്ത്ത് ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് ഇത്ര സെൻറ്റിമീറ്ററാണ്, ബ്രെഡ്ത്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് ഇത്ര സെൻറ്റിമീറ്റർ ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുമല്ലോ. അതുപോലെ നമ്മളൊരു ഫിഗർ വരച്ചിട്ട് അത് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. അതിൻ്റെ മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് എന്താണ്, ഐഡൻറ്റിഫൈ ദ ക്വാണ്ടിറ്റി ടു ബി മാക്സിമൈസ്ഡ് ഓർ മിനിമൈസ്ഡ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിൽ നമ്മൾ എന്താണോ മാക്സിമൈസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് നമ്മൾ മിനിമൈസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യലാണ് അടുത്തത്. ഓക്കെ, ആൻഡ് നാലാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, മേക്ക് ഷുവർ ദാറ്റ് ദ റിലവൻറ്റ് ആൻഡ് ഇറലവൻറ്റ് ക്വാണ്ടിറ്റീസ് ആർ ഡിസ്റ്റിങ്ക്വിഷ്ഡ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞത് നമ്മളൊരു കുറേ ആവശ്യമുള്ള സാധനങ്ങൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നീട്ടി വലിച്ചിട്ടായിരിക്കും നമുക്ക് ഡീറ്റെയിൽസ് തരുന്നത്. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്നുള്ളതും നമുക്ക് ആവശ്യമില്ലാത്തത് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ തരംതിരിച്ച് വെക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഈ 4 കാര്യങ്ങളാണ് ഈ വേർഡ് പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി സ്റ്റെപ്പ് 2 എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ സ്റ്റെപ്പ് 2 ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ എന്തായിരുന്നു, നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. സ്റ്റെപ്പ് 2 നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ 3 കാര്യം നമ്മൾ നോട്ട് ചെയ്തത് വെച്ചിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് റൈറ്റ് ഡൗൺ ദ ക്വാണ്ടിറ്റി ടു ബി മാക്സിമൈസ്ഡ് ഓർ മിനിമൈസ്ഡ് ആസ് ദി ഫങ്ഷൻ ഓഫ് വൺ ഓഫ് ദി അതർ വേരിയബിൾ. അപ്പം നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ ഏത് ക്വാണ്ടിറ്റിയാണ് മാക്സിമൈസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് ക്വാണ്ടിറ്റിയാണ് മിനിമൈസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്വാണ്ടിറ്റീനെ ഒരു ഫംഗ്ഷൻ്റെ ഫോമിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം, നോട്ട് ദ റെസ്ട്രിക്ഷൻസ് ഇഫ് എനി ഓൺ ദ ചോസൺ വേരിയബിൾ. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള വേരിയബിൾസിന് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. അതായത് ഇപ്പോൾ നമ്മൾ ലെങ്ത്തിൻ്റെയും ബ്രെഡ്ത്തിൻ്റെയും കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ക്വസ്റ്റ്യനിൽ നമ്മളെടുത്ത് പറയും ലെങ്ത്ത് ഇത്ര ലെങ്ത്തിൽ കൂടാൻ പാടില്ല, അല്ലെങ്കിൽ ചില കേസിൽ നമ്മൾ ആ വേരിയബിളിന് സീറോ വരുന്ന കേസ് ഉണ്ടാകും. അതായത്
എക്സിൻ്റെ വാല്യൂ ഒരു പെർട്ടിക്കുലർ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലെങ്ത് ഈക്വൽ ടു 550 മൈനസ് 2x ആണെന്ന് വിചാരിക്കാം. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അവിടെ എക്സിൻ്റെ വാല്യൂ നമ്മൾ ഒരിക്കലും എന്താ പറയുക 225 കൂടാൻ പാടില്ല. ഓക്കെ, 225 കൂടിക്കഴിഞ്ഞാൽ ലെങ്ത്ത് എന്ന് പറയുന്നത് 0 ആയി പോലെ. 550 മൈനസ് 2 ഇൻറ്റു 225 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 225 കൂടിക്കഴിഞ്ഞാൽ ലെങ്ത്ത് ഒരു നെഗറ്റീവായിട്ട് മാറും. നെഗറ്റീവായി മാറിക്കഴിഞ്ഞാൽ ലെങ്ത്ത് നെഗറ്റീവ് എന്നുള്ളത് നമ്മൾ എടുക്കുന്ന കേസല്ല. അപ്പോൾ അങ്ങനത്തെ കുറേ റെസ്ട്രിക്ഷൻസ് പറയുന്നതുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. ഓക്കെ, അതിൻ്റെ മൂന്നാമത്തേത് ഇനി എന്താ പറയുന്നത്? ഫൈൻഡ് ദി മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് യൂസിങ് എനി മെത്തേഡ്സ് വി സ്റ്റഡീഡ് ഇൻ ദിസ് ചാപ്റ്റർ. ഇനി എന്ത് ചെയ്യുക? ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? മാക്സിമം വാല്യൂ മിനിമം വാല്യൂ കണ്ടുപിടിക്കാം. ആൻഡ് നാലാമത്തെ പോയിന്റ് പറയുന്നത് സ്റ്റേറ്റ് ദ ആൻസർ ഇൻ വേർഡ്സ്. അത് ജസ്റ്റ് ഒരു കൺക്ലൂഷൻ പോലെ വേർഡ്സിൽ എഴുതി അവിടെ വെക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റെപ്പ് 2 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2ഉം ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു 6 or 7 ക്വസ്റ്റ്യൻസ് ഇതുപോലെ വേർഡ് പ്രോബ്ലംസ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 by 1 ഓരോന്നും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇത് പറയുന്നത് എന്നുള്ള കൺസെപ്റ്റ് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്ന ഫസ്റ്റ് എക്സാമ്പിൾ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ വേർഡ് പ്രോബ്ലം ഫസ്റ്റ് എക്സാമ്പിൾ ഇതാണ്. A shepherd lives on a straight coastline and a shepherd lives on a straight coastline and has 500 meters of fence with which to enclose his sheep. Assuming that he uses one side of the coastline of the rectangular enclosure, what dimension should the rectangle must have so that the sheep must have maximum possible area? അപ്പോൾ നമ്മൾ ആ സ്റ്റെപ്പിൽ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു, അല്ലെങ്കിൽ ആദ്യത്തെ പോയിൻ്റ് എന്തായിരുന്നു? ക്വസ്റ്റ്യൻ നല്ലോണം വായിക്കുക എന്നുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്താണ്, ഒരു കഥ പറയുന്ന പോലെ ഒരു ഷെപ്പേഡിൻ്റെ കഥ പറയാനല്ലേ. അതായത് ഷെപ്പേഡ് എവിടെയാണ്? ഒരു കോസ്റ്റ് ലൈനിൻ്റെ സൈഡിലാണ് എന്താ പറയുക താമസിക്കുന്നത്. അപ്പോൾ അയാൾക്കൊരു ഏരിയ ഉണ്ട്, 500 മീറ്റേഴ്സ് ഫെൻസ് അതിന് എൻക്ലോസ്, അതായത് ഇങ്ങനൊരു 500 മീറ്റർ ഫെൻസ് വെച്ചിട്ട് അയാൾ അതിനെ ചുറ്റി എന്താ പറയുക, വേലിയാണെങ്കിൽ വേലി കെട്ടിയിട്ടുണ്ടെന്ന് പറയൂലേ, അതുപോലെ അതിന് കെട്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഒരു സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ആ കോസ്റ്റ് ലൈൻ, ആ ചതുപ്പ് തന്നെയാണ്. ഓക്കെ, ഇത് റെക്ടാങ്കുലർ ഫോമിലാണെന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആൻഡ് നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഏരിയ മാക്സിമം ആവുന്ന രീതിയിൽ ഇതിനെ കണ്ടുപിടിക്കണം. എന്ത് ഏരിയ മാക്സിമം ആക്കുന്ന വാല്യൂ ഏതാണെന്നുള്ള, ലെങ്ത്തിൻ്റെയും ബ്രെഡ്ത്തിൻ്റെയും വാല്യൂസ് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതുപോലത്തെ പല പ്രോബ്ലംസും നമ്മൾ ചെറിയ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ മാക്സിമം മിനിമം എന്നുള്ളൊരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ നമ്മൾ ഇതുപോലെ ചെയ്തു വരുന്നതെന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആ 1 by 1 ആ സ്റ്റെപ്പിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഇതിൽ ചെയ്ത് നോക്കാം. അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്തു, എന്ത് ചെയ്തു? ക്വസ്റ്റ്യൻ നല്ലോണം വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. ആൻഡ് രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അവിടെ ഒരു ഫിഗർ വേണമെന്നുണ്ടെങ്കിൽ ആ ഫിഗർ അവിടെ വരച്ചു കൊടുക്കുക. അപ്പം ഫിഗർ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ നോക്കാം, ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് കോസ്റ്റ് ലൈൻ ആണുള്ളത്. ആ സ്ട്രെയിറ്റ് കോസ്റ്റ് ലൈനിൻ്റെ ഒരു സൈഡിലാണ് ഇയാളെ ഏരിയ കിടക്കുന്നത്. അപ്പോൾ റെക്ടാങ്കുലർ ഫോമാണെന്ന് പറഞ്ഞു. റെക്ടാങ്കുലർ ഫോമിൽ ഏകദേശം ഇങ്ങനെ നമുക്ക് വരക്കാം അല്ലേ. ഇത് ബ്രെഡ്ത്ത് ആക്കിയിട്ട് എടുക്കാം, ഇത് ലെങ്ത്ത് ആക്കിയിട്ട് എടുക്കാം. പിന്നെ ഇയാൾ ഇതിന് ചുറ്റും എന്ത് ഇട്ടിട്ടുണ്ട്? ഫെൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്, വേലി വെച്ചിട്ടുണ്ട്. അപ്പോൾ വേലി ഞാൻ റെഡ് ലൈൻ കൊണ്ട് മാർക്ക് ചെയ്ത് തരാം. അപ്പോൾ ഈ 3 സൈഡിൽ മാത്രമേ ഇങ്ങനെ പോലെ ഒരു ഫെൻസ് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒരു സൈഡ് ആ കോസ്റ്റ് ലൈൻ തന്നെയാണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മാത്രമേ ഇയാൾ ഫെൻസ് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ ഏരിയ നമ്മൾ മാക്സിമൈസ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ വേരിയബിൾസൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഏരിയ, LBA എന്നുള്ള 3 വേരിയബിൾസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഇവരെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. എന്താണ്? ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്താണ് നമ്മുടെ ഏരിയ എന്നുള്ളത് നമുക്കറിയാം. പിന്നെ എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ഈ ഫെൻസിൻ്റെ ചുറ്റളവ് തന്നിട്ടുണ്ടല്ലേ, 500 മീറ്റേഴ്സ് ആണെന്നുള്ളത്. അതായത് പെരിമീറ്റർ ചുറ്റളവ്, അതായത് ഇങ്ങനെ എടുക്കുമ്പോൾ പെരിമീറ്റർ ആണ്. നമുക്കറിയാം പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്താ? 2 × L + B ആണ് നമ്മുടെ പെരിമീറ്റർ വരുന്നത്.
ഓക്കെ, അപ്പോൾ 2 × L+B നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 500 എന്ന് എഴുതാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇയാൾ 3 സൈഡിൽ മാത്രമേ ഈ ഒരു ഫെൻസ് ഉണ്ടാക്കിയിട്ടുള്ളൂ. അതായത് ഒരു സൈഡിൽ ഈ ഒരു കോസ്റ്റ് ലൈൻ തന്നെയാണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും 2 × L+B വെച്ചിട്ട് ഈ ഒരു ഇക്വേഷൻ നമ്മൾ എടുക്കാൻ പാടില്ല. കാരണം എല്ലിൻ്റെ ലെങ്ത്തിൻ്റെ ഒരു സൈഡിൽ മാത്രമേ ഫെൻസ് ഇയാൾ കെട്ടിയിട്ടുള്ളൂ, പിന്നെ ബ്രെഡ്ത്തിൻ്റെ 2 സൈഡും എടുത്തിട്ടുള്ളത്. പിന്നെ ലെങ്ത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? അവിടെ കോസ്റ്റ് ലൈൻ്റെ ഒരു സൈഡ് തന്നെയാണ്. അവിടെ അയാൾ ഫെൻസ് ഒന്നും കെട്ടാൻ പോയിട്ടില്ല. അപ്പോൾ ഇവിടെ ചുറ്റളവ് എടുക്കുമ്പോൾ എങ്ങനെയാണ് എടുക്കേണ്ടത്? ഇങ്ങനെ എടുത്താൽ നമുക്ക് ഫുള്ള് റോങ് ആയി പോവും. അതുകൊണ്ട് ലെങ്ത്ത് ഒരു സൈഡും പ്ലസ് 2 ബ്രെഡ്ത്ത് = 500 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? ഒരു ഇക്വേഷൻ ഇതാണെന്ന് കിട്ടി, രണ്ടാമത്തെ ഇക്വേഷൻ ഇതാണെന്നും കിട്ടി. ഇനിയിപ്പോൾ ഇവിടെ നമ്മളടുത്ത് മാക്സിമൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഏരിയ ആണ് അല്ലേ. അപ്പോൾ ഏരിയ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ലെങ്ത്തിനൊരു ഫോർമുല ഉണ്ടാക്കുക. ലെങ്ത്ത് എന്ന് പറയുന്നത് 500 - 2b ആക്കിയിട്ട് എഴുതിക്കൂടെ? ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 3 എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഇക്വേഷൻ 1 എല്ലിൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? L × B ആണ് ഏരിയ ആണ് നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലിന് പകരം നമ്മൾ 500 - 2b എന്ന് കൊടുക്കും ഇൻറ്റു B. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ബീനെ ബ്രാക്കറ്റിൻ്റെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 500b - 2b² = a എന്നുള്ളത് കിട്ടും. അപ്പോൾ നമ്മൾ മാക്സിമൈസ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് ഇവിടെ കണ്ടുപിടിച്ചിട്ടുള്ളത്, 500b - 2b². ഇനി ഇവിടുത്തെ ഇൻ്റർവെൽ കണ്ടുപിടിക്കണം അല്ലേ. ഇൻ്റർവെൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഏരിയ നെഗറ്റീവായി വരാണ്ടിരിക്കുന്ന വാല്യൂസ് മാത്രമേ നമ്മളിവിടെ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. അതായത് ബീനെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യണം. അപ്പോൾ ബീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 0ൻ്റെയും അതുപോലെ 250ൻ്റെയും ഉള്ളിലായിട്ട് മാത്രം നമ്മൾ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ ഇവിടെ ഇപ്പം ബി എന്നുള്ള ഈ വേരിയബിളിൽ നമ്മൾ മാക്സിമം വാല്യൂ എത്ര കൊടുത്താൽ നമുക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടാണ്ടെടുക്കുമോ അത്രയും വാല്യൂസ് ആയിരിക്കും നമ്മൾ ഈ ഒരു ക്ലോസ് ഇൻ്റർവെല്ലിൽ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 0 തൊട്ടിട്ട് 250 വരെയുള്ള വാല്യൂസ് ആയിരിക്കണം നമ്മൾ ബിക്ക് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫംഗ്ഷനും കിട്ടി, അതുപോലെ തന്നെ അവിടെ നമ്മൾ ഇൻ്റർവെല്ലും ഫോം ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? നമ്മളിതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് ക്രിട്ടിക്കൽ പോയിൻ്റ് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം ഈ ഡി എനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ബി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 500 - 4b എന്ന് കിട്ടും അല്ലേ. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഇതിനെ 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുക. അപ്പം 4b = 500 എന്ന് കിട്ടും. അവിടുന്ന് ബീൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 125 എന്നുള്ളത് കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വെച്ചിട്ട് d²a/ db² ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് -4 എന്നുള്ളതാണ്, അതായത് <0. ഓക്കെ, അതായത് നമ്മുടെ ഫംഗ്ഷൻ്റെ ഗ്രാഫ്, അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറ്റുക? ഗ്രാഫിൻ്റെ സ്ട്രക്ചർ കോൺകേവ് അപ്വാർഡ് ആണോ ഡൗൺവാർഡ് ആണോ എന്ന് പറയാൻ പറ്റൂലേ. ഇവിടെ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് ഫംഗ്ഷൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടപ്പോൾ നമുക്ക് നെഗറ്റീവാണ് കിട്ടിയിട്ടുള്ളത്. അത് ഈ ഒരു ബീൻ്റെ വാല്യൂ എടുത്തു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഗ്രാഫിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏകദേശം കോൺകേവ് ഡൗൺവേർഡ് ആയിരിക്കും എന്നുള്ളത് പറയാൻ പറ്റും. ഓക്കെ, ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഫോമിലായിരിക്കും, ഡൗൺവേർഡ് കേസ് ആണെന്നുള്ളത് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ വരുന്ന മാക്സിമം പോയിൻ്റ് ആണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള 125 എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. കാരണം ക്രിട്ടിക്കൽ പോയിൻ്റ് ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ള 125. അപ്പം ആ ഒരു വാല്യൂക്ക് ശേഷം നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫംഗ്ഷൻ എന്താണ്? ഡിക്രീസിങ് ടൈപ്പ് ആണല്ലേ. അതായത് കോൺകേവ് ഡൗൺവേർഡ് ആണ് അവിടുന്ന് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? നമ്മുടെ ബ്രെഡ്ത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 125 ആണെന്നുള്ളത് പറയാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ട് ലെങ്ത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെങ്ത്ത് 500 - 125 2 × 125 which is equal to 500 - 250 ആൻഡ് ദ ലെങ്ത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 250 മീറ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ ബ്രെഡ്ത്ത് 125ഉം ലെങ്ത്ത് 250 ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കുള്ളൂ. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് 125 × 250 മീറ്റേഴ്സ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. എൻ്റെ സ്റ്റെപ്പിൽ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇത് വേർഡ്സിൽ തന്നെ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ വേർഡ്സിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയാം? therefore the length of the coastline the length of the rectangle
must be 250 meters parallel to the coastline and breadth should be equal to 125 meters in order to have maximal area. For the rectangular enclosure. അപ്പോൾ ഇങ്ങനെ തന്നെ വേർഡ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, കൺക്ലൂഡ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ആ വേർഡ് പ്രോബ്ലം കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പം ഇതെങ്ങനെയാണെന്നുള്ളത് ഏകദേശം ഒരു കൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. അടുത്ത പ്രോബ്ലം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സെക്കൻഡ് വേർഡ് പ്രോബ്ലം ഇതാണ്. ഗിവൺ ഫോർ നമ്പേഴ്സ് എ ബി സി ഡി, find a number x such that the best approximates them in the sense that sum of the squares of the difference between x and each of the four numbers is as small as possible. അപ്പോൾ നമുക്ക് 4 നമ്പേഴ്സ് വന്നിട്ടുണ്ട് അല്ലേ, എ ബി സി ഡി. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, എക്സ് എന്നുള്ളൊരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഈ നമ്പറുമായിട്ടുള്ള ഓരോ നമ്പറിൻ്റെ ഡിഫറൻസിൻ്റെ സ്ക്വയറിൻ്റെ സമ്മ് എന്ന് പറയുന്നത് ഏറ്റവും സ്മോൾ ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഫംഗ്ഷൻ നമ്മളിവിടെ സ്മോൾ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമൈസ് ചെയ്യാണ് വേണ്ടത്. എന്താണ് മിനിമൈസ് ചെയ്യാനുള്ളത്, എക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ ആ നമ്പറായിട്ട് ഇവിടെ എടുത്തിട്ടുള്ള ഈ 4 നമ്പേഴ്സിൻ്റെയും ഡിഫറൻസിൻ്റെ സ്ക്വയറിൻ്റെ സമ്മ് അതെന്താക്കണം, മിനിമൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ ഇത് നോട്ട് ചെയ്ത് വെക്കുക. വേരിയബിൾസും അവിടെ നമ്മൾ എന്താണ് മിനിമൈസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ക്വസ്റ്റ്യൻ ക്ലിയറായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മിനിമൈസ് എഫ് ഓഫ് എക്സ് ആണ് ഇവിടെ വേണ്ടത്. നമ്മുടെ ഫംഗ്ഷൻ എന്താ വരുന്നത്, എക്സുമായിട്ട് ഓരോ നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് എടുത്തിട്ട് സ്ക്വയർ ചെയ്തിട്ട് അതെന്ത് ചെയ്യാം, ടോട്ടലായിട്ട് സം ചെയ്യാം. അപ്പോൾ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് സി ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് ഡി ഹോൾ സ്ക്വയർ എന്നുള്ളതാണ് നമ്മുടെ ഫംഗ്ഷൻ ഇവിടെ വരുന്നത്. അപ്പോൾ ഫംഗ്ഷൻ മിനിമൈസ് ചെയ്യാനാണെന്നുള്ളത് നമ്മളവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുനോക്കാം. അപ്പോൾ ഇവിടെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2 ഇൻറ്റു എക്സ് മൈനസ് എ പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് ബി പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് സി പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് ഡി ആണ് എന്നുള്ളത് കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇവിടെ ക്രിട്ടിക്കൽ പോയിൻ്റ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ എങ്ങനെ എഴുതാൻ പറ്റും, 2 ഇൻറ്റു 4x മൈനസ് എ മൈനസ് ബി മൈനസ് സി മൈനസ് ഡി എന്നാക്കിയിട്ട് എഴുതാൻ പറ്റും. ഈ ക്രിട്ടിക്കൽ പോയിൻ്റ് കാണാൻ ഇതിനെ 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ 0ലേക്ക് ഇക്വേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 4x മൈനസ് എ മൈനസ് ബി മൈനസ് സി മൈനസ് ഡി ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. അതായത് എക്സിൻ്റെ ഏത് വാല്യൂക്കാണോ ഇത് 0 ആവുക എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് 4x മൈനസ് എ മൈനസ് ബി മൈനസ് സി മൈനസ് ഡി ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഈ എ മൈനസ് ബി മൈനസ് ഇതെല്ലാം കംപ്ലീറ്റ് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, 4x ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ആൻഡ് എക്സ് ഈക്വൽ ടു 1/4 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഈ ഒരു വാല്യൂ ആകുമ്പോഴാണ് നമുക്ക് ക്രിട്ടിക്കൽ പോയിൻ്റ് ആയിട്ട് നമുക്ക് എക്സിനെ ചൂസ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ ക്രിട്ടിക്കൽ പോയിൻ്റ് കിട്ടി. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്താണ് കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്തായിരുന്നു, 2 ഇൻറ്റു 4x മൈനസ് എ മൈനസ് ബി മൈനസ് സി മൈനസ് ഡി എന്നായിരുന്നു നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നമുക്ക് 8 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 8 എന്ന് പറയുന്നത്, അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും, 8 എന്ന് കിട്ടില്ല. അപ്പോൾ 8 എന്ന് പറയുന്നൊരു പോസിറ്റീവ് നമ്പറാണ്, ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇതൊരു കോൺകേവ് അപ്വാർഡ് ആയിരിക്കും ഇതിൻ്റെ ഷേപ്പ് എന്നുള്ളത് പറയാൻ പറ്റും. ക്രിട്ടിക്കൽ പോയിൻ്റ് നമുക്ക് എക്സ് ഈക്വൽ ടു ഈ ഒരു പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ പോയിൻറ്റിന് ശേഷം അത് കംപ്ലീറ്റ് ഇൻക്രീസിങ് ആണെന്നുള്ളത്
പറയാൻ പറ്റൂലേ. അതായത് ഏകദേശം ഈ ഒരു ഫോമിലായിരിക്കും നമ്മുടെ ഗ്രാഫിൻ്റെ സ്ട്രക്ചർ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്രിട്ടിക്കൽ പോയിൻ്റ് എവിടെ ഉണ്ടാവുക? ഈ ഒരു എൻഡിലായിരിക്കും അല്ലേ. ഇങ്ങനെയാണ് കോൺകേവ് അപ്വേർഡ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ എവിടെയായിരിക്കും നമ്മുടെ ക്രിട്ടിക്കൽ പോയിൻ്റ് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് എന്ത് പോയിൻ്റാണ്? മിനിമം പോയിൻ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ എക്സിൻ്റെ വാല്യൂ ഈ ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അവിടെ മിനിമം വാല്യൂ കിട്ടും എന്നുള്ളത് പറയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആ ഫംഗ്ഷൻ നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. എപ്പം? എക്സിന് ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ മിനിമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യുക? അത് നമ്മുടെ വേർഡ്സിലാക്കിയിട്ട് അവിടെ കൺക്ലൂഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്ത് കഴിയും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ടത് തരുന്ന പ്രോബ്ലം എന്താണോ അത് ക്ലിയറായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതിൻ്റെ കൺസെപ്റ്റ് എന്താണ്, അതിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ഓക്കെ. എന്നിട്ട് പിന്നെ അത് മിനിമൈസേഷൻ ആണോ മാക്സിമൈസേഷൻ ആണോ എന്നുള്ളതൊക്കെ നമ്മൾ അതിന് മനസ്സിലാക്കിയെടുക്കുക. കാരണം ഈ ഒരു പ്രോബ്ലം തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് മിനിമൈസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടല്ല ചോദിച്ചിട്ടുള്ളത്. അത് സ്മോൾ ആക്കാൻ പറ്റുന്ന വാല്യൂ കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഒരൊറ്റ തവണ വായിച്ചു കഴിഞ്ഞാൽ ഇത് മാക്സിമൈസേഷനാണ് മിനിമൈസേഷനാണെന്ന് കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരു പ്രോബ്ലം 2 or 3 വട്ടം ഇരുന്നിട്ട് മനസ്സിരുത്തി വായിക്കണം. എന്നിട്ട് അതിൽ വരുന്ന മാക്സിമൈസേഷൻ ആണോ മിനിമൈസേഷൻ ആണോ എന്നുള്ളത് നോട്ട് ചെയ്യുക. വരുന്ന വേരിയബിൾസിൻ്റെ റിലേഷൻ മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അതുപോലെ വേരിയബിൾസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് പിന്നെ പ്രൊസീജിയേഴ്സ് ആക്കിയിട്ട് ഇതുപോലെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ആകെ 2 വേർഡ് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് രണ്ടും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ബാക്കിയുള്ളത് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്ത് തരാം. താങ്ക് യു.